അപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, അപ്പോഴേ ഇവരൊക്കെ എന്നോട് പറയുന്നുണ്ട് തുറന്ന് മൊത്തം പറയണ്ട, പൈസ കൊടുത്തു, ഇന്നാൾ പൈസ എടുത്തു, അതായത് ഈ ഹക്കീമും ഇവരും പൈസ തട്ടി എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരും അറിയരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ആരും അറിയാതിരിക്കുമ്പോൾ കള്ളനായത് ഇന്നലെ മിഞ്ഞാന്നക്കാരാ ഞാനാണ്. അടി എനിക്ക് തന്നെ കിട്ടേണ്ടത്. ആദ്യത്തെ അണക്കാ കിട്ടേണ്ടത്. ഞാൻ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഹനാൻഷാനെ വിളിച്ച് പറഞ്ഞാണ്, അണക്കേ അടി കിട്ടു, അണക്കെന്നെ കിട്ടേണ്ടത്, ഇത് വെറുതെ ഇതിനിടയിൽ കയറിയതാണ്, ഒരാവശ്യമില്ലാതെ. ഇപ്പം ഈ ഹനാനെ സംശയിച്ചു എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടത് ഈ പറഞ്ഞ വെപ്പേൻ്റെ മാനേജറിനെ. മനസ്സിലായി? 10 ലക്ഷം ഓൻ്റെ ടീമാണ് കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ പാലത്തിനടിയിൽ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത്. പെപ്പയെ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഈ പെപ്പേൻ്റെ മാനേജറായിരിക്കും ഹക്കീമിനോട് സംസാരിച്ചിട്ടുണ്ടാവുക. ഇതേ വെപ്പേൻ്റെ മാനേജറാണ് ഈ പെണ്ണിനോട് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഹക്കീം 25 ലക്ഷം വാങ്ങി എന്ന് പറഞ്ഞത്. ആൻഡ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഈ മാനേജറും ടീമും പറഞ്ഞിട്ടാണ് ഇത് ഹനാൻഷായുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ. ആരാണ് സംശയം? സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ഇന്ന് നമ്മുടെ ഹനാൻഷാനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് പൊതുവെ അങ്ങനെയാണ്. അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലും, സീക്രട്ട് ഏജൻറ്റിനെ അറിയാത്ത ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇപ്പം കേരളത്തിലോ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളാണെങ്കിൽ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതാണോ അതോ അങ്ങനെ ആയി പോകുന്നതാണോ എന്നറിയില്ല. കാരണം കിക്കിൻ്റെ, അതായത് ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ്റെ എന്തൊക്കെയോ ആണല്ലോ. ഓക്കെ, എന്തായാലും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. അപ്പം ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സൗഹൃദമാണല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഓക്കെ, അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കാറുള്ളത്. കാര്യങ്ങൾ എല്ലാം പഠിക്കും. എന്നിട്ട് ഇപ്പം ഹനാൻഷാൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹനാൻഷാ ഇതിൻ്റെ ഇടയിൽ, അതായത് ഈ പറയുന്ന പെപ്പയുടെയും നമ്മുടെ ഹക്കീമിൻ്റെയും ഇടയിൽ അതായത് പൈസ കൈമാറാൻ വേണ്ടി നിന്ന വെറും ഒരു സാധുവായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മാസങ്ങൾക്ക് മുമ്പ് ഹനാൻഷാനോട് സീക്രട്ട് ഏജൻറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് പോലും. അതായത് ഇങ്ങനത്തെ പരിപാടിയിലൊന്നും പോയി ചാടണ്ട, ഇത് വള്ളിയാകും എന്നുള്ള രീതിയിൽ. അതായത് അപ്പം ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ ഈ ഒരു കാര്യം, അതായത് പെപ്പയും ഹക്കീമും ഹനാൻഷായും ഇടപെട്ടിട്ടുള്ള ഈ ഒരു പൈസ ഡീലിങ് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള പേരിലുള്ള സായി കൃഷ്ണ ഇതുവരെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയില്ല. ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതേ കഥ വന്നിട്ട് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെയൊരു ഉഡായിപ്പ് നടക്കുന്ന സമയത്ത് ഈ സംഭവം അറിഞ്ഞു, സീക്രട്ട് ഏജൻറ്റ് അറിഞ്ഞു, എന്നിട്ട് മിണ്ടിയിട്ടില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത് പെപ്പയുടെ പേരിൽ ഒരു പെണ്ണ് കേസ് വരുന്നു, ഇതിങ്ങനെ ഇവർ പൈസ കൊടുത്ത് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം മാസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ സീക്രട്ട് ഏജൻറ്റ് ഇത് വരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം, അതായത് ഈ പറയുന്ന ഹക്കീമിൻ്റെ കേസ് പൊങ്ങി വന്നപ്പോൾ മാത്രമാണ് സീക്രട്ട് ഏജൻറ്റ് ഇപ്പം വന്നിട്ട് ഭയങ്കര ഘോരം സംസാരിക്കുന്നത്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള സീക്രട്ട് ഏജൻറ്റിന് തന്നെ വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിന് തന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ച് ആളുകളെ അറിയിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം എല്ലാ കാര്യങ്ങൾക്കും ഡയലോഗ് പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ഒരാളാണല്ലോ. അപ്പം നേരത്തെ അറിഞ്ഞിട്ട് പോലും ഇദ്ദേഹം മിണ്ടാണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കുറേ നാളുകളായിട്ട് ഇത് തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയും, പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം മാത്രമേ ഇദ്ദേഹം ഇത് പുറത്ത് നമ്മളോട് സോഷ്യൽ മീഡിയയിലൂടെ പറയുള്ളൂ. അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ, ഇതിനു മുമ്പും ഇതേപോലെ പല കേസുകളും സീക്രട്ട് ഏജൻറ്റ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ ഒരു സംഭവം എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോച്ചേൻ്റെ കേസ് വന്ന സമയത്ത്, ബോച്ചേനെ നമ്മുടെ ഹണി റോസിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ സീക്രട്ട് ഏജൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് നമ്മുടെ ഹെലനോസ് പാട്ടേനെ ഇതേപോലെ ബോച്ച മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത്. അത് പണ്ട് നടന്നൊരു സംഭവം. ഇത്രയും വലിയൊരാളായിട്ടുള്ള ബോച്ചേനെ കുറിച്ചുള്ളൊരു സംഭവം അറിഞ്ഞിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ 24 മണിക്കൂറും ഹാൻഡിൽ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റ്
സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഹനാൻ ഷാനോട് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. അപ്പോൾ ഇതറിയാം, ഇതെല്ലാം ഇവർക്കറിയാം. പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുഴിയിൽ വന്ന് വീഴുന്ന സമയത്ത് വന്നിട്ട് പറയും, പണ്ടേ ഞാൻ പറഞ്ഞാണ് ഇവരോട് ഇതിനൊന്നും പോയി ചാടല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെയാണ് സംഭവം. ഹനാൻ ഷാനെ എങ്ങനെയെങ്കിലും ഒന്ന് നൈസായിട്ട്, കുറച്ചൊക്കെ ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. സംഭവം ഹനാൻ ഷാ പോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെപ്പെ പോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെടാൻ പോകുന്നത് ഈ പറയുന്ന പെപ്പയും ഹനാൻ ഷായും ഈ ഹക്കീമും തന്നെയാണ്. കാരണം പൈസ ഇടപാടിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഈ കേസിൽ പെടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സംഭവം ഈ പറയുന്ന നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ആരോടും പറഞ്ഞില്ല. ഇങ്ങനൊരു സംഭവം വന്നപ്പം മാത്രമാണ്, അതായത് കേസ് വന്നപ്പം മാത്രമാണ് പറയാൻ വേണ്ടി നിന്നത്. അത് വളരെ മോശമായി പോയി. കാരണം ഇത്രയും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാ ദിവസവും വീഡിയോയും ചെയ്യുന്ന ഇദ്ദേഹമൊക്കെ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഈ ഹക്കീമും ഈ പറഞ്ഞ പെപ്പയും പിന്നെ ആ പെൺകുട്ടിയും ഇവരുടെ ഈ ഒരു സാധനത്തിൻ്റെ ഇടയിൽ ഈ ചങ്ങായി എത്ര വലഞ്ഞു എന്നുള്ളത് ഇപ്പോൾ കേട്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ട് മലബാർ ബെൽറ്റിനെ ഞാൻ താങ്ങുന്നു, ഞാൻ ഹനാൻ ഷാനെ താങ്ങുന്നു, ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നവരോടാണ്. സാമാന്യ ബുദ്ധിയും ബോധം, സംഗതി തെറ്റാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവൻ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നാ ഒന്ന് മീഡിയേറ്റർ കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് അടിക്കാം എന്ന് പറഞ്ഞ് നിന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് ചെറുങ്ങനെ ഇങ്ങനെ വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് സംഗതി തെറ്റാണ്, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. തോന്നുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലാണ്ട് എങ്ങനെയാണോ ഇത് ചെയ്യാൻ പറ്റുക? ഓക്കെ, സമ്മതിച്ചു. ഈ പറയുന്ന പോലെ സിനിമേൻ്റെ എന്താ പറയുക, OTT ഇത് കിട്ടൂല, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് മോശമാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹനാൻ ഷാ ഇതിൻ്റെ ഇടയിൽ പെട്ടു എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പൈസ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നിന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട്, ഇപ്പോൾ പറയുന്നത് ലൊക്കേഷനിലെ സ്റ്റില്ല് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതേപോലെ സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സിനിമേൻ്റെ സെറ്റിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇതേപോലെ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് ഇതേപോലെ വില പേശിയിട്ടുണ്ടെങ്കിൽ ആ സിനിമാക്കാർ സെറ്റിൽ ചെയ്യൂ. ഇപ്പോൾ ഓക്കെ, ഒരു ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസം അവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഒരാൾ വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, ഇതെടുത്തിട്ട് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ പോയിട്ട് സെറ്റിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ വെറുതെ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അല്ലാണ്ട് കാട്ടാളൻ്റെ സെറ്റിലെ എന്താ പറയുക, വീഡിയോസ് ലീക്കായി, ഫോട്ടോസ് ലീക്കാവുന്നു, അതുകൊണ്ട് ഈ പറയുന്ന 25 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ, അതൊന്നും അല്ല സംഭവം. അതൊന്നും അല്ല. ഇത് പേടിച്ച് ഇതേപോലെ എന്താ പറയുക, ഈ പറയുന്ന പെൺകുട്ടിയായിട്ടുള്ള ഒരു കേസ് പുറത്ത് വരും എന്നറിഞ്ഞുകൊണ്ട് സെറ്റിൽ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിന് ഇങ്ങനെ കിടന്ന് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം എല്ലാവർക്കും മനസ്സിലാവും. ഇതേപോലെ എന്താ പറയുക, ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സാരമില്ല, അതിപ്പം ആളുകൾക്ക് എന്താ പറയുക മനസ്സിലാവൂല എന്ന് വേണമെങ്കിൽ നിങ്ങളങ്ങ് ചിന്തിച്ചോ. ഓക്കെ, ഇത് ഹനാൻ വന്ന ഹനാന്റെ ഭാഗം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോയി. നാളെ ഫോൺ വരെ എവിടെയാണെങ്കിലും കൊടുക്കാം, ഡിജിറ്റൽ എവിഡൻസ്, ആരെങ്കിലും പോലീസുകാർ തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അത്ര കൂളായിട്ട് പറഞ്ഞിട്ട് പോകണമെങ്കിൽ പറ്റുമോ? കൂളായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, ഹനാൻ ഷാ പറഞ്ഞു ഇതേപോലെ എന്ത് വേണേലും എന്താ പറയുക, എന്ത് അന്വേഷണങ്ങൾ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ്. അന്വേഷിച്ചാലും കണ്ടെത്താൻ വേണ്ടി പോകുന്നത് എന്താണ്? ഈ ഹനാൻ ഷാ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഹനാൻ ഷാ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു, അതായത് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ പൈസ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഓൾറെഡി ഹനാൻ ഷാ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ അകത്ത് വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പോലും ആവശ്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹം അത് സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എന്താ പറയുക, അന്വേഷിക്കേണ്ട പോലും ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അതായത് ഹനാൻ ഷാൻ്റെ കാര്യം വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ട് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളൊരു വലിയൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്തതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചങ്ങായി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട്, അതായത് 2 പേര് തമ്മിലുള്ള പ്രശ്നമെന്ന് ചോദിച്ചു, അതിൻ്റെ ഇടയിൽ ഒരാൾ നിന്നിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യാൻ വേണ്ടി ഇയാൾ നടുക്ക് നിന്ന് അപ്പോൾ ഒരു കേസ് വരുന്ന സമയത്ത് ഇയാൾ നിരപരാധിയാവുമോ? എനിക്കറിയാൻ പാടില്ല. എനിക്ക് തെറ്റാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം. ഓക്കെ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം. 2 പേര് തമ്മിലുള്ള എന്തോ വലിയ പ്രശ്നം, നമുക്ക് എന്താ പറയുക, ഇതേപോലെ പീഡനം അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ച് വഞ്ചിച്ച് എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ട്
ഇവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവർക്ക് കൊടുത്ത് അതിൻ്റെ നടുക്ക് നിന്ന ഈ ചങ്ങായി നിരപരാധി ആകുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ ഇത്രയും സിമ്പിളായിട്ട് വന്നിട്ട് അത് ഹനാൻ ഷാ വന്നിട്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട് പോയി എന്നൊക്കെ, ഇങ്ങനെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുമ്പം അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതേപോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹെൽനോസ് പാട്ടേൻ്റെ കേസ്, അതുപോലെ ഖാദർ കരിപ്പൊടിൻ്റെ കേസ്, ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള എല്ലാവരുടെ കേസിലും ഇദ്ദേഹം ഇതേപോലെയാണ്. അതായത് തെറ്റാണ്, പക്ഷെ അതിന് ഇങ്ങനെയും കൂടെ ഉണ്ട്. പക്ഷെ വേറെ വല്ലവരുമാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ സംഭവമായിട്ട് ഇദ്ദേഹം വീഡിയോ ചെയ്തേനെ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏജൻറ്റ് സായി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെപ്പെ സായിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സായിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുമായിട്ട് കോൺടാക്ട് ചെയ്തു പോലും. എന്തിന്? പെപ്പെ സായിനെ ബന്ധപ്പെട്ടിട്ട് എന്ത് പറയാനാണ്? സായി ആരാ? ജഡ്ജാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും DYSP ആണോ? അല്ലെങ്കിൽ SP ആണോ? പോലീസുകാരനാണോ? അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡയലോഗിൽ തന്നെ ഉണ്ട്. അതായത് സായിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിക്കാൻ പറ്റും എന്നുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ പടർന്നിരിക്കുന്ന ഒരു സംഭവമാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതായത് സായി പറയുന്നു, പെപ്പെ സായിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്ന്. എന്തിന്? സായിയുമായിട്ട് സംസാരിച്ചിട്ട് സായി വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെപ്പേൻ്റെ മേലിലുള്ള കുറ്റം അത് വൈറ്റ് വാഷ് ചെയ്യപ്പെടും എന്നുള്ളത് പറയാതെ തന്നെ സായി നമ്മളോട് പറയുകയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു തരികിട ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടത് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ അല്ലെങ്കിൽ സായിനെ കമ്പനി ആക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സായി വന്നിട്ട് നിങ്ങളെ കുറച്ച് വെളുപ്പിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുറച്ച് എന്താ പറയുക തെറ്റൊക്കെ പറയും. അതായത് തെറ്റാണ്, പക്ഷേ ചങ്ങായിൻ്റെ ഒരു നിവർത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നതല്ല. ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആരെങ്കിലും കണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന പോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ, അതായത് സായി കൃഷ്ണൻ്റെ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പം എന്നെ വന്ന് ചീത്ത വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.